നമസ്കാരം. BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജിത പീറ്റർ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ്, ട്രിവാൻഡ്രം, എറണാകുളം, തൃശൂർ, കണ്ണൂർ, ചെന്നൈ ആൻഡ് കോയമ്പത്തൂർ. പവർഡ് ബൈ ഹീ ലൈഫ് തോട്ടക്കാട്ടുകര, ജോഷ്മാൾ മൂക്കന്നൂർ, ക്ലീൻസർ, BMC ഫിലിം പ്രൊഡക്ഷൻ ആൻഡ് നസ്രത്ത് വില്ലാസ്. കസേരയ്ക്ക് വേണ്ടിയുള്ള തർക്കം സംസ്ഥാന ഭരണത്തെ ബാധിക്കുന്നു. UP BJPയിലെ തർക്കത്തെ പരിഹസിച്ച് അഖിലേഷ്. ഉത്തർപ്രദേശ് BJPയിലെ തർക്കത്തെ പരിഹസിച്ച് SP അധ്യക്ഷനും മുൻ മുഖ്യമന്ത്രിയുമായ അഖിലേഷ് യാദവ്. കസേരയ്ക്ക് വേണ്ടി നേതാക്കൾ തമ്മിലുള്ള തർക്കം സംസ്ഥാനത്തിന്റെ ഭരണത്തെ ബാധിക്കുന്നു. BJP ആഭ്യന്തര കലാപത്തിന്റെ ചളിക്കുണ്ടിൽ മുങ്ങിയിരിക്കുകയാണ്. മറ്റു പാർട്ടികളെ അട്ടിമറിച്ച BJPക്കാർ ഇപ്പോൾ സ്വന്തം പാർട്ടിക്കകത്ത് അതിന് ശ്രമിക്കുകയാണെന്നും അഖിലേഷ് പരിഹസിച്ചു. സമൂഹ മാധ്യമമായ എക്സിലാണ് അഖിലേഷ് കുറിപ്പ് പങ്കുവച്ചത്. BJPയോടും താമര ചിഹ്നത്തോടുമുള്ള അലർജി കേരളത്തിന് മാറി. ഇരു മുന്നണികളും ഗൗരവത്തോടെ കാണണം. കെ മുരളീധരൻ. BJPയോടും താമര ചിഹ്നത്തോടുമുള്ള അലർജി കേരളത്തിന് മാറിയെന്ന് കെ മുരളീധരൻ. LDFനും UDFനും മാറി മാറി വോട്ട് ചെയ്തിരുന്ന വിഭാഗങ്ങൾ BJPയെ സ്വീകരിക്കുന്നത് ഇരു മുന്നണികളും ഗൗരവത്തോടെ കാണണമെന്ന് മുരളീധരൻ പറഞ്ഞു. തിരുവനന്തപുരത്ത് 4 മാസം മുമ്പേ രാജീവ് ചന്ദ്രശേഖരൻ വന്നിരുന്നെങ്കിൽ ചിത്രം മാറിയേനെയെന്നും കെ മുരളീധരൻ പറഞ്ഞു. ആമയിഴഞ്ചാൻ തോട് അപകടം, സുരക്ഷയ്ക്കുള്ള സാധനങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഉപയോഗിച്ചില്ല. ജോയിയെ പഴിചാരി കരാറുകാർ. തിരുവനന്തപുരത്തെ ആമയിഴഞ്ചാൻ തോട്ടിൽ ശുചീകരണ തൊഴിലാളി ജോയി മുങ്ങി മരിച്ച സംഭവത്തിൽ വിശദീകരണവുമായി കരാറുകാർ. അപകടം ഉണ്ടായത് ജോയിയുടെ അനാസ്ഥയെ തുടർന്നാണെന്ന് സൂപ്പർവൈസർ കുമാർ കുറ്റപ്പെടുത്തി. സുരക്ഷയ്ക്കുള്ള സാധനങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഉപയോഗിച്ചില്ലെന്ന് സൂപ്പർവൈസർ കുമാർ പറഞ്ഞു. ഇന്ത്യ തന്ത്രപരമായ സഖ്യകക്ഷി. മോദി പുടിൻ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അമേരിക്ക. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റഷ്യൻ സന്ദർശനത്തിനും പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുള്ള കൂടിക്കാഴ്ചയ്ക്കും ശേഷം ഇന്ത്യയുമായുള്ള തങ്ങളുടെ തന്ത്രപരമായ ബന്ധം US വീണ്ടും ഉറപ്പിച്ചു. ചൊവ്വാഴ്ച വാഷിംഗ്ടണിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ പെന്റഗൺ പ്രസ് സെക്രട്ടറി മേജർ ജനറൽ പാറ്റ് റൈഡറാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. നാറ്റോ ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി മോദി റഷ്യ സന്ദർശിക്കുന്നതിനെക്കുറിച്ചും പുടിനുമായി കൂടിക്കാഴ്ച നടത്തുന്നതിനെക്കുറിച്ചുമുള്ള ചോദ്യങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ ഒരു തന്ത്രപരമായ സഖ്യകക്ഷിയാണ്. ആ പങ്കാളിത്തം വികസിപ്പിക്കുന്നത് തുടരാൻ അമേരിക്ക കാത്തിരിക്കുകയാണ്. ചോദ്യത്തിന് മറുപടിയായി പാറ്റ് റൈഡർ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഓപ്പറേഷൻ അനന്ത അനങ്ങിയില്ല. തലസ്ഥാനത്തെ വെള്ളക്കെട്ട് ഒഴിവാക്കാനായുള്ളത് കോടികൾ, ചെലവഴിക്കാതെ തുക. തലസ്ഥാന നഗരത്തിലെ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിലും മാലിന്യ നിർമ്മാർജ്ജനത്തിലും സർക്കാരിനും തിരുവനന്തപുരം കോർപ്പറേഷനുമുള്ളത് വൻ വീഴ്ച. ഓപ്പറേഷൻ അനന്തയുടെ തുടർ നടപടികളിലും വകുപ്പ് തല ഏകോപനത്തിലും ഉണ്ടായ പാളിച്ചകൾക്ക് പുറമെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ വകയിരുത്തിയ തുകയിൽ 1/4 പോലും കോർപ്പറേഷൻ ചെലവഴിച്ചിട്ടില്ല. സർക്കാർ പ്രഖ്യാപിച്ച തെളിനീരൊഴുകും നവകേരളം പദ്ധതിയിലും പാർവതി പുത്തനാറിന്റെയും ആമയിഴഞ്ചാൻ തോടിന്റെയും പേരില്ല.
സിദ്ധാർത്ഥന്റെ മരണം വെറ്റിനറി സർവകലാശാല മുൻ വിസിക്ക് വീഴ്ച പറ്റിയെന്ന് ജുഡീഷ്യൽ കമ്മീഷന്റെ കണ്ടെത്തൽ. സിദ്ധാർത്ഥന്റെ മരണത്തിൽ വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ മുൻ വിസി MR ശശീന്ദ്രനാഥിന് വീഴ്ച പറ്റിയെന്ന് കണ്ടെത്തൽ. സമയബന്ധിതമായി നടപടി എടുത്തില്ലെന്നാണ് ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയിരിക്കുന്നത്. MR ശശീന്ദ്രനാഥിനെ ഗവർണർ നേരത്തെ പുറത്താക്കിയിരുന്നു. ഡൊണാൾഡ് ട്രംപിനെ വധിക്കാൻ ഇറാൻ ഗൂഢാലോചന, US രഹസ്യാന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട്. മുൻ പ്രസിഡന്റും റിപ്പബ്ലിക്കൻ നേതാവുമായ ഡൊണാൾഡ് ട്രംപിനെ വധിക്കാൻ ഇറാൻ ഗൂഢാലോചനയെന്ന് US രഹസ്യാന്വേഷണ വിഭാഗം. ഈ സംഭവ വികാസം ട്രംപിന് ചുറ്റുമുള്ള സുരക്ഷ വർദ്ധിപ്പിക്കാൻ രഹസ്യാന്വേഷണ വിഭാഗത്തിന് കാരണമായെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ജൂലൈ 13 പെൻസിൽവാനിയ റാലിക്കിടെ ട്രംപിനെ വധിക്കാൻ ശ്രമിച്ച 20-കാരനായ തോമസ് മാത്യു ക്രൂക്സിനെ ഇറാനിയൻ ഗൂഢാലോചനയുമായി ബന്ധമുണ്ടെന്ന് സൂചനകളൊന്നും ലഭിച്ചിട്ടില്ലെന്ന് CNN റിപ്പോർട്ട് ചെയ്തു. ഇറാൻ തങ്ങൾക്കെതിരായ ആരോപണങ്ങൾ നിഷേധിക്കുകയും അവയെ അടിസ്ഥാനരഹിതമെന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു. മലപ്പുറത്ത് മലമ്പനി 4 പേർക്ക് സ്ഥിരീകരിച്ചു. 3 സ്ത്രീകൾ, ഒരാൾ അതിഥി തൊഴിലാളി. ജാഗ്രതാ നിർദ്ദേശം. മലപ്പുറത്ത് 4 പേർക്ക് മലമ്പനി സ്ഥിരീകരിച്ചു. നിലമ്പൂരിൽ ഒരാൾക്കും പൊന്നാനിയിൽ 3 പേർക്കുമാണ് മലമ്പനി സ്ഥിരീകരിച്ചത്. പൊന്നാനിയിൽ 1200 പേരുടെ രക്തസാമ്പിളുകൾ പരിശോധിച്ചതിൽ നിന്നാണ് 3 പേർക്ക് രോഗം സ്ഥിരീകരിച്ചത്. 3 സ്ത്രീകൾക്കാണ് ഇവിടെ രോഗം ബാധിച്ചത്. നിലമ്പൂരിൽ അതിഥി തൊഴിലാളിക്കാണ് രോഗബാധ. ഒഡീഷ സ്വദേശിയാണ് ചികിത്സയിലുള്ളത്. പനിയോടൊപ്പം ശക്തമായ കുളിരും തലവേദനയും പേശിവേദനയുമാണ് മലമ്പനിയുടെ പ്രാരംഭ ലക്ഷണങ്ങൾ. വിറയലോടുകൂടി ആരംഭിച്ച് ശക്തമായ പനിയും കുളിരും ദിവസേനയോ ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിലോ 3 ദിവസം കൂടുമ്പോഴോ ആവർത്തിക്കുക. മനം പുരട്ടൽ, ഛർദി, ചുമ, ത്വക്കിലും കണ്ണിലും മഞ്ഞ നിറം എന്നിവയും ഉണ്ടാകാറുണ്ട്. പനി, ശക്തമായ തലവേദന എന്നീ ലക്ഷണങ്ങൾ മാത്രമായും മലമ്പനി കാണാറുണ്ട്. സ്വർണ്ണവില വീണ്ടും 55,000 കടന്നു. ഒറ്റയടിക്ക് കൂടിയത് 720 രൂപ. ഈ മാസത്തെ ഏറ്റവും ഉയർന്ന വിലയിൽ. സംസ്ഥാനത്തെ സ്വർണ്ണവില പുതിയ ഉയരത്തിൽ. ഒറ്റയടിക്ക് 720 രൂപയാണ് വർദ്ധിച്ചത്. ഇതോടെ സ്വർണ്ണവില ഈ മാസത്തെ ഏറ്റവും ഉയർന്ന വിലയിലെത്തി. ഗ്രാമിന് 90 രൂപയാണ് വർദ്ധിച്ചത്. 55,000 രൂപയാണ് 1 പവൻ സ്വർണത്തിന്റെ വില. 6,875 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ വില. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.